അഗ്നേന യസ്സുപതാരായേ അസ്മാൻ വിശ്വാനി ദേവവയുനാനി വിദ്വാൻ യുയോദ്യസ്മജ്ജുഘുരാണമേനോ ഭൂയിഷ്ടാന്തേ നമ ഉക്തിം വിദേമ. And which is your deep feeling, also emotional feeling towards this, let's say, special man? ആ സനാതന രക്ഷികളാൽ വെളിപ്പെടുത്തിയിരിക്കുന്ന അഹിംസയാണ് പരമമായ ധർമ്മമെന്ന് ഗാന്ധിജി കണ്ടുണർന്നു. ആ മഹാത്മാഗാന്ധി ആ സനാതന ധർമ്മത്തിൻ്റെ സത്യത്തെ അങ്ങോട്ട് ജീവിതത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ടു. ഉയർന്ന ചിന്തയും സിമ്പിളായിട്ടുള്ള ജീവിതവും ലോകത്തിന് മുന്നിൽ കാഴ്ചവെച്ചു. അതുപോലുള്ള മഹാപുരുഷന്മാർ ലോകത്ത് നൽകുന്ന സന്ദേശങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യം. വാസ്തവത്തിൽ ജീവിച്ചു കാണിച്ച ഒരു മഹാത്മാവാണ് ഗാന്ധിജി. ബുദ്ധനെ പോലുള്ള മഹാചാര്യന്മാർ സനാതനധർമ്മത്തിൻ്റെ ഉണർന്ന് അഹിംസയാണ് പരമമായ ധർമ്മമെന്ന് ലോകത്ത് വെളിപ്പെടുത്തി ധാരാളം ജനങ്ങളെ ആ ധർമ്മമാർഗത്തിലേക്ക് നയിപ്പിച്ചു. അത് അടുത്ത കാലത്ത് ഇന്നത്തെ സമുദായത്തിന് ഈ മാർഗമാണ് ആവശ്യമെന്ന് ലോകജനങ്ങളെ ജീവിതത്തിലൂടെ ത്യാഗം ചെയ്ത് ജനനന്മയ്ക്ക് വേണ്ടി, നാട്ടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, രാഷ്ട്രത്തിൻ്റെ ശ്രേയസ്സിന് വേണ്ടി സമൂഹത്തിൽ നിന്ന് വരുന്ന എല്ലാ ദുരന്തകളെയും സ്വീകരിച്ച മരണത്തിൽ ഭരിച്ചു. ആ സത്യം ഇന്ന് നിലനിൽക്കുന്നു. വാസ്തവത്തിൽ ഗാന്ധിജി മരിച്ചിട്ടില്ല. ഗാന്ധിജി എന്നും നിത്യസത്യമായി ലോകത്തിന് വെളിച്ചം പകരാൻ എന്നും നിലനിൽക്കുന്ന ഒരു മഹാത്മാവാണ്. You, Siddhartha, are a man deeply involved in a spiritual path, but you are also an Indian citizen. How do you evaluate the historical action of Gandhi for an independent India? ഒരു ഉയർന്ന ലക്ഷ്യം ലോകത്തിൻ്റെ മേന്മയെ കാക്ഷിച്ചുകൊണ്ട് ഉയർന്ന ലക്ഷ്യത്തിൽ കാലുറപ്പിച്ച് അന്നത്തെ സമൂഹ നീതികളെയും സമൂഹ ആചാരങ്ങളെയും മാനിച്ചുകൊണ്ട് അന്നത്തെ സാഹചര്യങ്ങളിൽ നിന്നിട്ട് ആ സത്യത്തിന് വീണ്ടെടുക്കാൻ വേണ്ടി ത്യാഗം ചെയ്തു. എങ്കിലും പലവർക്കും അതിനെ ബോധ്യപ്പെടാനോ ഉണരാനോ കഴിഞ്ഞില്ല എന്ന് തന്നെ പറയാം. എങ്കിലും അങ്ങയുടെ ത്യാഗം വാസ്തവത്തിൽ ആത്മവികാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും സഹജീവികളോടുള്ള പ്രേമത്തിൻ്റെയും ഒരു മാതൃകയായിരുന്നു. നാട്ടിലെ എല്ലാ സഹജീവികളും മനുഷ്യരാശി ഉൾപ്പെടെ ഏകരാഷ്ട്രമായി നിന്നുകൊണ്ട് ലോകത്തിൽ നന്മയെ മാത്രം കാക്ഷിച്ചുകൊണ്ട് ജീവിക്കേണ്ട ഒരു സമുദായമാണ് എന്ന് വാസ്തവത്തിൽ ഗാന്ധിജി ജീവിച്ചു കാണിച്ചതാണ്. ആ ജീവിതം ആത്മീയ ഊർജത്തിൻ്റെ വികാസത്തിലൂടെ കർമ്മലോകത്ത് സഞ്ചരിച്ച ഒരു മഹാത്മാവ് തന്നെ പറയാം. Now, as you know, Gandhi several times underlined that human violence is a consequence or evident or latent fear. Which is your opinion? ഒരു മനുഷ്യന് ഭയം ഉണ്ടാകാനുള്ള കാരണം വാസ്തവത്തിൽ മൃത്യുഭയമാണ്. ധാരാളം ആഗ്രഹങ്ങൾ കൊണ്ട് മാത്രം കൂടി നടക്കുന്ന ഒരു മനുഷ്യൻ ആ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാനുള്ള വെപ്രാളത്തിലൂടെ ഓടി സഞ്ചരിക്കുകയാണ് മനുഷ്യൻ. വാസ്തവത്തിൽ ആ മരിക്കാനുള്ള ഭയം, ഈ ആഗ്രഹങ്ങളാണ് അതിൻ്റെ പിന്നിലുള്ളത്. വാസ്തവത്തിൽ മനുഷ്യൻ മരിക്കേണ്ടവനല്ല, അവൻ മരണത്തിന് അതിക്രമിക്കേണ്ടവനാണ്. മരണം മാറ്റത്തിൻ്റെ ഒരു മുന്നോടിയാണ്. ശരീരം പോയാലും ഞാനുണ്ട്. എൻ്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ശരീരം സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള വെപ്രാളം കൊണ്ട് മനുഷ്യൻ മരണത്തിന് ഭയപ്പെടുന്നു. വാസ്തവത്തിൽ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ മരണഭയത്തിൽ നിന്ന് അതിക്രമിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ജന്മാവകാശത്തെ കുറിച്ച് കണ്ടുവന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഭയത്തിൽ നിന്ന് അതിക്രമിക്കാൻ പറ്റുള്ളൂ. ആ ഭയം നമ്മുടെ ശരീരത്തിനോടുള്ള മമതാബന്ധമാണ്. ശരീരത്തിൻ്റെ മമത മാറ്റി മനുഷ്യജന്മത്തിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും പൂർത്തീകരിക്കപ്പെടുന്നവർ മരണത്തിന് അതിക്രമിക്കും, ഭയത്തിന് അതിക്രമിക്കും. അത് സമുദായത്തിന് ശ്രേയസ് നൽകും. അതാണ് ഓരോരോ മാനവനും ഉണരേണ്ടത്. In your view, which are the most relevant insecurities of mankind in our era of globalization, and which role do they play in causing conflicts at different levels?
ഈ ലോകത്തിൽ കോടാനുകൂടി ജീവജാലങ്ങളും വൃക്ഷലതാദികളും ജനിച്ചും ജീവിച്ചും വളരുന്നുണ്ട്. അതിൽ മനുഷ്യനാണ് ഏറ്റവും ശ്രേഷ്ഠത എന്ന് ലോക ജനതയായാലും ശരി, മഹാചാര്യന്മാരായാലും ശരി, അഭിമാനപൂർവ്വം പ്രകീർത്തിക്കുന്നു. മനുഷ്യൻ എന്ന് വച്ചാൽ ഈ പ്രപഞ്ചം, പൃഥിവി, അപ്പ്, തേയു, വായു, ആകാശം 5 തരങ്ങളിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പഞ്ചഭൂതമായ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ അവകാശപ്പെട്ടത് എന്താണ് ഉള്ളത്? എൻ്റെ ആയിട്ട് എന്താ ഉള്ളത്? തൻ്റെ ആയിട്ടൊന്നുമല്ല. സൂര്യനും ചന്ദ്രനും വായുവും ആകാശവും അന്തരീക്ഷവും എല്ലാം ജീവജാലങ്ങളെ പോഷിപ്പിക്കുന്ന മഹാസാന്നിധ്യമാണ്. മനുഷ്യൻ ഈ ലോകത്ത് വന്ന് ഈ ഭൂമണ്ഡലത്തെയും പഞ്ചഭൂതനിർമ്മിതമായ പ്രപഞ്ചത്തെയും സ്നേഹിച്ച്, സഹജീവികളെയും സ്നേഹിച്ച്, മനുഷ്യനെയും സ്നേഹിച്ച്, എല്ലാ ജീവികളെയും ഒന്നിച്ച് സ്നേഹത്തിന് പങ്കുവെച്ച്, മറ്റുള്ളവരെയും സഹായിച്ച്, നമ്മൾ കിട്ടുന്ന അത്രയും മറ്റുള്ളവരുടെയാണ്, നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെയാണ്, മറ്റുള്ളവരുടെ ജീവിതം നമ്മുടെ ജീവിതമാണ് എന്നുള്ള ധാരണയോടുകൂടി സമൂഹം വളരേണ്ടിയിരിക്കുന്നു. മനുഷ്യൻ്റെ ഈഗോ, എൻ്റെ, ഞാൻ, എനിക്കുള്ളത് എന്ന് അളന്നു കുറിക്കുന്ന ഒരു മാനവൻ ഒരിക്കലും യഥാർത്ഥമായ മനുഷ്യനാവുന്നില്ല. യഥാർത്ഥമായ മനുഷ്യബോധം വികസിക്കുമ്പോൾ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ഒരു സമുദായം വരും. അപ്പോൾ രാജ്യത്തിൻ്റെ വേർപാടില്ല. ഒരു വ്യക്തിയുടെ വികാസം, കുടുംബത്തിൻ്റെ വികാസം, സമൂഹത്തിൻ്റെ വിശ്വത്തിൻ്റെ വികാസത്തോടുകൂടി വളർന്ന് പോഷിപ്പിക്കേണ്ടതാണ് മനുഷ്യൻ. ആ അവസ്ഥ വരുന്ന കാലം വരെയും ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ആ അവസ്ഥയെ മനുഷ്യനിൽ നിന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത് മനുഷ്യനെ ആ അവസ്ഥയിലേക്ക് പ്രാപിക്കേണ്ട ചുമതലകളാണ് ഓരോരോ പൗരനും, പ്രവർത്തകന്മാർക്കും, സമൂഹത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ തലവുമാർക്കുമുള്ളത്. ആ പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ ആവശ്യമായി വന്നിരിക്കുന്നത്. This question somehow you answered with these your words, but I want to repeat. What do you suggest in order to face violence, take care of fears, and promote a shared security within and between the nations? ഒന്ന്, മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചതിൻ്റെ ഉദ്ദേശത്തിനെ ബോധ്യപ്പെടുത്തി മനുഷ്യബോധത്തിനെ വികസിപ്പിച്ച് അറിവ് പകരാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കണം. ആത്മവികാസത്തെ വളർത്താനുള്ള ജീവിത രീതികൾ, സഹജീവികളും നമുക്കുള്ള ബന്ധം, ഈ ഭൂമണ്ഡലത്തിൽ നമ്മൾക്കായിക്കൊണ്ട് ഒന്നുമില്ലാത്ത നമ്മൾ ഈ ഭൂമണ്ഡലത്തിൽ എൻ്റെ നിൻ്റെ എന്നുള്ള ആ കലഹം വരേണ്ട കാര്യമേ ഇല്ല. ഇവിടെ വന്ന ഡ്യൂട്ടികൾ ചെയ്യുക, ആ ഡ്യൂട്ടികൾ ചെയ്യാനുള്ളതായിരിക്കുന്ന അറിവും ജ്ഞാനവും പകരുക. ഇന്നത്തെ അന്ധകാരത്തിൽ അകപ്പെട്ട മനുഷ്യ സമുദായത്തിനെ മോചിപ്പിക്കണമെങ്കിൽ കൂട്ടായ്മയായിട്ടുള്ള പ്രാർത്ഥനകളും ധ്യാനവും കൊണ്ട് സമൂഹത്തിൻ്റെ ഒരു ഉയർച്ചയും വളർച്ചയും ഉണ്ടാകാൻ അത് വളരെ സഹായകമാകും. അതുമാത്രമല്ല, സഹജീവികളെ സേവിക്കാനുള്ള ഒരു മനസ്സ് വരണമെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾക്ക് ബാധിച്ചിരിക്കുന്ന മൃഗീയ തലത്തിൽ നിന്നിട്ട് മനുഷ്യബോധത്തിലേക്ക് വികസിപ്പിക്കാനുള്ള അറിവുകൾ നമ്മൾക്ക് പകരേണ്ടിയിരിക്കുന്നു. അങ്ങനെ ശരീരതലത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന മനുഷ്യൻ മാനസിക തലത്തിലേക്ക് വളരുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഉള്ള സത്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ തരത്തിലുള്ള അറിവുകൾ വികസിപ്പിക്കുക, കൂട്ടായ്മയായ പ്രാർത്ഥനകൾ നടത്തുക, ബോധം വികസിപ്പിക്കുക, സ്നേഹിക്കാൻ പഠിപ്പിക്കുക, പ്രകൃതിയെയും സ്നേഹിക്കുക, സഹജീവികളെയും സ്നേഹിക്കുക, അങ്ങനെയുള്ള ഒരു ജീവിത രീതി ഈ കാലഘട്ടത്തിന് ആവശ്യമാണ്. Now the last question, but as we automatically say, not the least. So, how can spiritual and religious paths and traditions help and encourage people of our time to heal the world wounds and sufferings? ഇവിടെ നാട്ടിൽ 2 തരം വിഭാഗങ്ങളുണ്ട്. ഒന്ന്, ആധ്യാത്മികത്തിലേക്ക് മാത്രം ഒഴുകിക്കൊണ്ടുപോകുന്നവർ ഒരു ഗ്രൂപ്പ്. ഇവിടെ ഭൗതികം മാത്രമേ സത്യമായിട്ടുള്ളൂ എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നവരും ഒരു ഗ്രൂപ്പ്. വാസ്തവത്തിൽ 2 കൂട്ടരും സമൂഹത്തിൻ്റെ ശ്രേയസ്സിനെ അല്ലെങ്കിൽ തൻ്റെ ശ്രേയസ്സിനെ തൻ്റെ വ്യക്തി വികാസത്തിൽ ചിന്തിക്കുന്നില്ല. അവരവർ ഏതിലാണോ ആധ്യാത്മികത്തിലാണെങ്കിൽ അതിൽ ലയിച്ചു ചേരും. വാസ്തവത്തിൽ ആധ്യാത്മികത്തിൽ മാത്രം ലയിച്ചു ചേരുന്നവർ കൂരിട്ടിൽ ഇടറി വീഴുകയാണ്. ഭൗതികത്തിൽ മാത്രം പോയി ലയിച്ചു ചേരുന്നവർ ഇരുട്ടിൽ ഇടറി വീഴുകയാണ്. 2 പേർക്കും യഥാർത്ഥമായ തിരിച്ചറിവില്ല. വാസ്തവത്തിൽ ഒരു മനുഷ്യൻ എന്നുള്ള വ്യവസ്ഥയ്ക്ക് ഭൗതിക ജീവിതം ശ്രേയസായി തീരണമെങ്കിൽ ആധ്യാത്മികത്തിൽ എന്ന് വെച്ചാൽ ആധ്യാത്മികം എന്ന് പറയുന്നത് നമ്മളിൽ ഉടങ്ങിക്കിടക്കുന്ന ഈശ്വരീയ ഊർജത്തിനെ വികസിപ്പിച്ച് തൻ്റെ ബുദ്ധിതലത്തിലും
മാനസിക തലത്തിലും കർമ്മതലത്തിലും വ്യാപിച്ചുകൊണ്ട് ഒരേ ധർമ്മത്തിലൂടെ ജീവിക്കാൻ നമ്മളെല്ലാവരും അധികാരപ്പെട്ടവരാണ്. അതുകൊണ്ട് ഓരോരോ വ്യക്തികളും രണ്ടല്ലാത്ത ഏകമായ ഒരേ ധാരണയിൽ ഒരേ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ശ്രേയസ്സിൽ വരുള്ളൂ. ഈ രണ്ടിൻ്റെയും ഒരു ചാനൽ ഇല്ലാത്തതിൻ്റെ ദോഷമാണെന്ന് നാട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പരാജയം. ഭൗതികത്തിനായിക്കൊണ്ട് നിലനിൽപ്പില്ല, ആധ്യാത്മികത്തിനായിക്കൊണ്ട് നിലനിൽപ്പില്ല. രണ്ടിൻ്റെയും സമഗ്രമായ ഒരു സംയോജനമാണ് ധർമ്മത്തിൻ്റെ അടിസ്ഥാനം, സമൂഹത്തിൻ്റെ ശ്രേയസിൻ്റെ അടിസ്ഥാനം. സർവവും രാഷ്ട്രവും ലോകവും മംഗളമായിത്തീരണമെങ്കിൽ, ഏകമായ രാഷ്ട്രമായിട്ട് ഈ ലോകത്ത് വരണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ രഹസ്യം അറിയുകയും ജീവിതത്തിൽ സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഒരു വ്യക്തിവികാസത്തിലൂടെ ഒരു രാഷ്ട്രം, ഒരു വിശ്വവികാസം, ഒരു മനുഷ്യലോകത്തിലേക്ക് സംഭവിക്കും. അത് സത്യമായി തീരുകയും ചെയ്യും. അതിന് മീതെ വേറെ ഈ ലോകത്തിൽ ഒരു മാർഗവും ആചാര്യന്മാർ നമുക്ക് നൽകപ്പെട്ടിട്ടില്ല. So thank you for your so wise and inspiring consideration. Thank you. Thank you. അഗ്നേന യസ്സുപതാരായേ അസ്മാൻ വിശ്വാനി ദേവവയുനാനി വിദ്വാൻ യുയോദ്യസ്മജ്ജുഗുരാണമേനോ ഭൂയിഷ്ടാം തേ നമ ഉക്തിം വിധേമ. ഓം ശാന്തി ശാന്തി ശാന്തി.